ശ്രീ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പ്രവർത്തനം 2 ദിവസങ്ങളായി കാണുന്നു. ഞാൻ പ്രതീക്ഷിക്കാറെന്ന് പറയാൻ കാരണം, ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ജെന്യുവൻ റീസണാണ് ഓരോന്നിനും. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വഴിവിട്ട വാക്കുകൾ വന്നപ്പോൾ അത് തെറ്റാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ അത് ആരുടെ ആയാലും ഞാൻ വിളിച്ചു പറയും. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പല പ്രാവശ്യം അങ്ങനെ പറയേണ്ടതായിട്ട് 2-3 തവണ അതിനെ ക്രിറ്റിസൈസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ. കാരണം അദ്ദേഹം നല്ല രീതിയിൽ ഉയർന്നു വരേണ്ട ഒരു ജനനേതാവാണ്, നല്ല ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ള ആകേണ്ട ആളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതായത് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യങ്ങൾ കണ്ടാൽ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ സ്വഭാവമാണ്. അതേപോലെ നല്ല കാര്യങ്ങൾ കണ്ടാൽ അത് വിളിച്ചു പറയുന്നത് എൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അതല്ലാതെ ഞാൻ സ്ഥായിയായിട്ട് ആരോടും ഒരു വിരോധം വെച്ച് പുലർത്തുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് വിരോധമില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഒരിക്കലും ഇല്ല. കാരണം അദ്ദേഹം ഈ BJP ചേർന്നിട്ട് അവിടെ തൃശ്ശൂർ മത്സരിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുള്ളൂ. ഒരിക്കലും ഞാൻ മോശമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല അതിനെക്കുറിച്ച്. പിന്നെ ഇപ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നല്ലോ, കേരളത്തിൽ പാവങ്ങളൊന്നുമില്ലാതെ തെരുവിൽ കിടന്ന് നിലവിളിക്കുന്നു അവർ. അതായത് ആശാ വർക്കേഴ്സ് എന്ന് പേരുള്ള ആളുകൾ, ആശമാർ. അവർ ഈ നാടിൻ്റെ അമ്മമാരും സഹോദരിമാരും ഒക്കെയാണ്. അവരവിടെ അതിജീവനത്തിന് വേണ്ടി കരയുമ്പോൾ അവരെ ആക്ഷേപിക്കാനാണ് രാഷ്ട്രീയ നേതൃത്വം മുന്നോട്ടിറങ്ങുന്നത്. ആ സമരം പൊളിക്കാനായിട്ട് ഒരു മറുപക്ഷത്തിനെ ഇറക്കി വരെ ഉള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അവരെ എന്തായാലും പറഞ്ഞുകൂടാത്ത പേരുകളൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയാണ്. കീടമെന്നും നികൃഷ്ടജീവി എന്നും ഒക്കെയുള്ള പേരാണ് കൊടുത്തിരിക്കുന്ന പേര്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് കാണുമ്പോൾ തന്നെ വളരെ സങ്കടമുണ്ട്. അപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ശ്രീ സുരേഷ് ഗോപി അവിടെ പോയിരുന്നു. അവിടെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച ഇങ്ങനെ ഉണ്ടെന്ന് അവർ പറഞ്ഞു മനസ്സിലാക്കി. കാരണം കേന്ദ്രം കൊടുക്കേണ്ട ഒരു ഭാഗം കൊടുക്കുന്നില്ല, അത് മുതലെടുത്തുകൊണ്ടാണ്, അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവർക്ക് അധിക വേതനം ഡിനേ ചെയ്യുന്നത്. അപ്പോൾ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ വകുപ്പ് മന്ത്രിയെ കണ്ട് സംസാരിക്കാം, മോദിജിയുടെ ശ്രദ്ധപ്പെടുത്താം എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെ സമാധാനിപ്പിച്ച് വളരെ സന്തോഷമായിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് പിരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ തിരുവനന്തപുരത്ത് അതിഘോരമായ മഴയായിരുന്നു, ഭീകരമായ മഴ. അത് യഥാർത്ഥത്തിൽ ആ നഗരം തന്നെ ഒന്ന് തണുത്തു എന്ന് വേണം നമുക്ക് പറയാൻ. മഴ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഴയത്ത് അവരവിടെ രാപകൽ സമരമാണ്, അവരവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവരവിടെ ഒരു ടാർപ്പാളിൻ വലിച്ചു കെട്ടാനായിട്ട് അത് കെട്ടി. ഉടനെ പോലീസ് വന്ന് അത് വലിച്ചു പറിച്ച് എടുത്ത് ദൂരെ കൊണ്ടുപോയി. അതിൻ്റെ കാരണം പറഞ്ഞാൽ എന്താ പറയുക, സുരക്ഷാ ഭീഷണി. ടാർപ്പാളിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് വെപ്പണല്ലേ. ടാർപ്പാളിൻ ഷീറ്റ് എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എക്സ്പ്ലോസീവാണ് ടാർപ്പാളിൻ ഷീറ്റ്. നാണമില്ലേ നിങ്ങൾക്കൊക്കെ ഈ പാവപ്പെട്ട സഹോദരിമാരെടുത്ത് ഇതുപോലെ കാണിക്കാൻ? അവരത്രയും ഘോരമായ മഴ നനഞ്ഞ് അവിടെ കിടക്കണം. എന്ത് കഷ്ടമാണ് അവരോട് കാണിക്കുന്നത്. നിങ്ങൾ അവർ കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമില്ലേ? അത് ഈ നാടിലെ എല്ലാം നമ്മുടെ ഭരണഘടന കൊടുത്തേക്കുന്ന അവകാശമല്ലേ? ആ അവകാശത്തിന് എന്തുകൊണ്ട് അവർക്ക് മറുപടി കൂട്ടിക്കൂടാ? അവർ വേറെ ഒന്നുമല്ലല്ലോ ചോദിച്ചത്. അവർ ശമ്പളത്തിൽ അവർക്ക് കൊടുക്കുന്ന വേതനത്തിൽ അവർ അല്പം അധികം ചോദിച്ചതിനാണ് ഇതുപോലെ അവരെ ആക്ഷേപിക്കുക, അവരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുക, ആ സമരം പൊളിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കുക. അതും കഴിഞ്ഞിട്ട് അവരെ പറയാവുന്ന വൃത്തികേടുകൾ മുഴുവൻ അവരെക്കുറിച്ച് പറയുക. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവരെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി അവർ ആ മഴയത്ത് കിടന്നോട്ടെ എന്ന്. നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ ഭരണവർഗം എന്ന് പറയുന്നത് മനുഷ്യരാണോ നിങ്ങൾ? ഇതുപോലെ ഈ സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നതിന്? അത് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി ശ്രീ സുരേഷ് ഗോപി അവിടെ വന്നിട്ട് അവർക്കെല്ലാം കുട വാങ്ങിക്കൊടുത്തു. അത് കൂടാതെ റെയിൻകോട്ട് വാങ്ങിക്കൊടുത്തു. വളരെ വലിയ കാര്യം ശ്രീ സുരേഷ് ഗോപി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മഹത്വം ഇപ്പം വെളിയിലേക്ക് വരുന്നത് ഞാൻ കാണുന്നു. അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വേണം നിങ്ങൾ. ഇതാണ് യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ട കാര്യം. ഇപ്പം നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായിട്ട് ഉയർന്നു വരുന്നു എന്ന് അതപ്പതിക്കുകയല്ല, ഉയർന്നു വരുന്നു എന്ന് ഞാൻ കാണുന്നു. ആ രീതിയിലാണ് വേണ്ടത്. പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണ് വേണ്ടത്. എപ്പോഴും പാവങ്ങളോടും സാധാരണക്കാരോടും ഒപ്പം നിൽക്കണം. പ്രകടനത്തിന് വേണ്ടിയല്ല, ഉള്ളഴിഞ്ഞ് അവരോടൊപ്പം നിൽക്കണം. ഇപ്പം നിങ്ങൾ ഉള്ളുകൊണ്ട് അവരോടൊപ്പം നിന്നു
എന്നിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തു നിങ്ങൾ വകുപ്പ് മന്ത്രിയായിട്ട് നിർബന്ധമായിട്ട് സംസാരിക്കും എന്ന്, അവിടുത്തെ കേന്ദ്രമന്ത്രിയായിട്ട് വേണം. അത് ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഒരുപാട് വലുതാവും. നിങ്ങൾ താഴേക്ക് പോകല്ല, മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോകും. അങ്ങനെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നിങ്ങളെപ്പോലുള്ള ഒരാളെയാണ് നമുക്കിപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ അവിടെ ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളെപ്പോലുള്ള ഒരാളാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. അല്ലാതെ ബാക്കിയുള്ള ഈ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നവരോടൊപ്പം ആകരുത് നിങ്ങൾ. ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വളരെയധികം ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ പ്രവൃത്തി ചെയ്തതിന്, ആ പാവങ്ങളോടൊപ്പം നിൽക്കുന്നതിന്. അവരോടൊപ്പം തന്നെ നിങ്ങൾ നിൽക്കണം. ആര് പറഞ്ഞാലും നിങ്ങൾ നിൽക്കണം. നിങ്ങളെ ആര് തള്ളി പറഞ്ഞാലും നിങ്ങൾ അവരോടൊപ്പം നിൽക്കണം. നിൽക്കാതിരിക്കരുത്. നിൽക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഒരു മനുഷ്യനായിട്ട് പോലും ഞാൻ കാണുന്നില്ല. കാരണം ഇപ്പോൾ എനിക്ക് ഇവരുമായിട്ട് വേറെ യാതൊരു അടുപ്പമില്ല എങ്കിൽ പോലും ഞാൻ അവർക്ക് വേണ്ടി ഒന്നിലധികം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒക്കുന്നത് ഞാൻ ജനശ്രദ്ധയിലേക്ക് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു നേതാവെന്നുള്ള നിലയ്ക്കും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്കും നിങ്ങൾ മുന്നോട്ട് വന്ന് അവരുടെ കണ്ണീരൊപ്പം വന്നതിന് വളരെയധികം നന്ദി.